Hey guys, welcome to this video. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നമ്മളൊരു നൈറ്റ് റൊട്ടീന് കാണാം. അപ്പോൾ ഞാനിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ നൈറ്റ് റൊട്ടീനാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു തലേ ദിവസം. ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു. നേരെ തന്നെ പോയി ഫ്രഷപ്പായി വന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. അപ്പോൾ ഞാൻ വേഗം പോയി ഫ്രഷായി വന്നിട്ട് നേരെ താഴെ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ എടുത്ത് താഴെ പോയപ്പോൾ നമ്മൾ ആളുണ്ട് ടേബിളിന്മേൽ തന്നെ കയറി കിടക്കണം. ഇപ്പോൾ ഇവിടുത്തെ ആളായി മാറിയിരിക്കണം. ടേബിളിന്മേൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നേരെ കോഫി ഉണ്ടാക്കാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ പോയിട്ട് പാലുണ്ടോ നോക്കിയാൽ പാലൊക്കെ ഉണ്ട്. അപ്പം നേരെ സ്റ്റൗമ്മേ കുറച്ച് വെള്ളമൊക്കെ വെച്ചേക്ക് പാലൊക്കെ ഒഴിച്ച് ഒരു അടിപൊളി കോഫി അങ്ങോട്ട് ഉണ്ടാക്കി. നമ്മൾ കുറച്ച് ഡള്ളായിരിക്കുമ്പോൾ നമുക്ക് കോഫി കുടിച്ചാലൊരു ഗുഡ് ഫീലിംഗ് ആണ് ഗൈസ്. അങ്ങനെ 2 ചപ്പാത്തിയും കുറച്ച് കറിയും കൂട്ടിയിട്ട് ഞാൻ ചപ്പാത്തി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിത്ത് കോഫി. പിന്നെ നേരെ ഞാൻ മുകൾക്ക് തന്നെ തിരിച്ച് കയറിപ്പോയി. അങ്ങനെ റൂമിലെത്തിയപ്പോൾ ഇതാണ് ഗൈസ് അവസ്ഥ. കുറച്ച് മെസ്സാണ്, കുറച്ച് കൂടുതൽ മെസ്സാണ്. 2 ദിവസം വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെസ്സപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ട്രൈപോഡ് ഓർഡർ ആക്കിയെന്ന്. ബട്ട് ഞാൻ വിചാരിച്ച ലെങ്ത്തില്ല സാധനം. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ റീപാക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കിട്ടിയ പോലെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് റിട്ടേൺ അയക്കുന്നത്. എന്തോ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത്, കാരണം ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ബെഡിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഓരോരുത്തർക്ക് പോയിക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ദിവസമായില്ലേ ഇവിടെ കിടന്നിട്ട്, അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇട്ടുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റ് മാറ്റി. നിങ്ങൾ വിചാരിക്കുമ്പോഴടുത്ത് ഈ 2 ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ എന്ന്. ഗൈസ്, ഞങ്ങൾ ഇവിടെ കൂടുതൽ അങ്ങനെ കിടക്കാറില്ല. അപ്പോൾ ഈ 2 ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യല ചെയ്യാറ്. അങ്ങനെ ബെഡൊക്കെ വൃത്തിയാക്കി, അതേപോലെ തന്നെ ടേബിളും വൃത്തിയാക്കി, ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെടിയിൽ 2 ലീഫൊക്കെ ഇങ്ങനെ വാടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഓർഡർ ചെയ്ത ബുക്കാണ് ഇറ്റ് എൻഡ് വിത്ത് അസ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് അസ്. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബുക്കിനെ പറ്റി അറിയുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോഴല്ല, കുറച്ച് മുന്നൊക്കെ ഭയങ്കര വൈറലായിട്ട് നിന്നിരുന്ന 2 ബുക്കാണ്. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 188-നാണ് 2 ബുക്കും കൂടി ഓർഡർ ചെയ്തത്. ബട്ട് അത്ര ക്വാളിറ്റി വൈസ് ഓക്കെ അല്ല, എന്നാലും നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. പ്രിൻറ്റിങ്ങിൽ ജസ്റ്റ് ഒരു ഇതുണ്ട്. ആ ഒരു റൈറ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. ബട്ട് വായിക്കാൻ നമുക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേ പേര് ഇതിന് റിവ്യൂ പറയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ റിവ്യൂ പറയാനായിട്ടില്ല. എന്തായാലും ഞാൻ വായിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ റിവ്യൂ എന്തായാലും ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയൊരു പാർട്ടാണ് നമ്മളെ ഡെയിലി പ്ലാനറിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ രാവിലെയാണ് ഡെയിലി പ്ലാനറൊക്കെ ചെയ്ത് വെക്കുക. നൈറ്റ് ആകുമ്പോൾ അത് ഫുൾ നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്തതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യും. പിന്നെ അതിൽ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ. എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. അതിൽ അന്ന് നടന്ന ദിവസത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട്, വെക്കേഷനല്ല, അപ്പോൾ ലീവ് ആയതുകൊണ്ട് നമുക്ക് എഴുതലും പഠിക്കലൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ കോളേജ് തുറക്കണ ആ ഒരു അവസാന സമയത്തൊക്കെയാവും എല്ലാം ഉണ്ടാവുക. അപ്പോൾ വലിയ കാര്യമായിട്ട് പഠിത്തം കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിടക്കാൻ പോവും. അങ്ങനെ വേഗം പോയി ഒന്ന് മൂക്കൊക്കെ വാഷ് ചെയ്തിട്ട് സ്കിൻ കെയറൊക്കെ ചെയ്യാൻ വിചാരിച്ച്. ഇപ്പോൾ സ്കിൻ കെയർ എന്നൊക്കെ പറ്റി തെന്നി മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല റെഗുലറായിട്ട് സ്കിൻ കെയറൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. സ്കിൻ കെയർ പ്രൊഡക്ട്സ് പോലും എൻ്റെ അടുത്ത് അങ്ങനെ ഇല്ല ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മളെ റോസ് വാട്ടർ ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന്
ഇങ്ങനെ ചെയ്യും. എന്തിനാണെന്ന് അറിയില്ല, അത് ഞാൻ ആദ്യം ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ മോയ്സ്ചറൈസിന് ഇതായിട്ട് ഞാൻ ഈ വാസ്ലീൻ്റെ ഗ്ലൂട്ടാഹയ യൂസ് ചെയ്യും. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുണ്ടാവും എല്ലാവർക്കും. ഞാൻ തന്നെയാണ് റെഗുലർലി യൂസ് ചെയ്യൽ മോയ്സ്ചറൈസറായിട്ട്. പിന്നെ ഒരു ഹാൻഡ് ക്രീം തേക്കും. പിന്നെ ഇത് ഒരു ഓർഗാനിക് ലിപ് ബാമാണ്. നമ്മളെ പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ കിടക്കാൻ പോവും. കിടക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കും, എന്നിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഹോളിഡേയ്സിലുള്ള ഒരു നൈറ്റ് റൊട്ടീന്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. ടാ.